ഓയ് ആ നമ്മളെല്ലാരും ഓരോ ദിവസവും പല പല സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണല്ലേ. അതിൽ സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പൊ നമ്മളെ കേൾക്കാൻ ഒരാൾ വേണം, നമ്മുടെ സങ്കടങ്ങൾ പറയാൻ ഒരാൾ വേണം, സന്തോഷങ്ങൾ ഷെയർ ചെയ്യാൻ ഒരാൾ വേണം. എല്ലാത്തിനും നമുക്ക് ഒരാൾ വേണം. നമ്മൾ മനുഷ്യനെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരാളാണ് നമുക്ക് ചാരാൻ ഒരു തോള്. അത് നമ്മുടെ ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മുടെ പേരൻസ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾക്ക് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ആ സെലക്ഷൻ അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ കൂടെ എന്നും ഉണ്ട്, എപ്പോഴും നമ്മളെ കാണുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, അതുകൊണ്ട് ഇയാൾക്ക് നമ്മളെ അറിയാം എന്നൊന്നും ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. ചിലപ്പോൾ നമ്മളുടെ കൂടെ ഒരുപാട് ചേർന്ന് നിൽക്കുന്ന ആൾക്കായിരിക്കും നമ്മളെ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ആള് എപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ചിലർക്ക് നമ്മൾ പറയുന്ന കഥകൾ അല്ലെ നമ്മുടെ അവസ്ഥകൾ അവർക്കൊരു സ്റ്റോറി മാത്രമാണ്. അവർക്കത് ചിലപ്പോൾ അവരുടെ ഒരു കണ്ടന്റ് മാത്രമായിരിക്കും. നമ്മൾ ആരും കണ്ടന്റായി മാറാണ്ടിരിക്കുക. നമ്മുടെ ലൈഫാണ് നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യുന്നത്. അത് ജഡ്ജ് ചെയ്യാണ്ട് നമ്മളെ കേട്ടിരിക്കാനായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനൊരു വഴി കാണിക്കുന്ന ഒരാളെ ആയിരിക്കും നമുക്ക് വേണ്ടത്. ഇല്ലാതെ നിനക്ക് അത് പറ്റിയല്ലോ, അയ്യോ നീ അങ്ങനാണല്ലോ, നീ ഇങ്ങനെ ആയല്ലോ, ഇങ്ങനൊന്നും പറയുന്നതിൽ കാര്യമേ ഇല്ല. ഒന്നും അല്ല. അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു രീതിയിലും സഹായിക്കത്തില്ല. നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെ അത് കേട്ടിരിക്കണം, നമ്മുടെ സങ്കടം കേട്ടിരിക്കണം. ശരിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു വഴി കാണിച്ചു തരുന്നൊരു വ്യക്തി ഉണ്ടാവും. ആ ആളെ മാത്രം നമ്മൾ ചൂസ് ചെയ്യുക കേട്ടോ. അത് ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാവണമെന്നൊന്നുമില്ല. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കാം. അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ ചൂസ് ചെയ്യുക ലൈഫിൽ. ഓക്കെ, താങ്ക് യു.